NSSും SNDPയും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ചില പ്രഖ്യാപനങ്ങൾ വന്നതോടെ നമ്മുടെ കേരളം അടിമുടി കീഴ്മേൽ മറിയുമെന്നാണ് ചിലർ കണക്ക് കൂട്ടുന്നത്. ഒരു മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി ആടിയ ശിഷ്ടനെയ് നേദിച്ച് കാത്തിരിക്കുന്ന നമ്മുടെ ചില ടെലിവിഷൻ ചാനലുകൾ വല്ലാത്ത ആഹ്ലാദ തിമിർപ്പിലാണ്. ഇപ്പോൾ നിലവിലുള്ള ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസുകൾ എല്ലാം ആവിയായി പോകുമെന്നും നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നും അത് കഴിഞ്ഞാൽ ശബരിമലയിൽ ബാക്കിയുള്ള സ്വർണം കട്ടുകൊണ്ട് പോകാമെന്നുമാണ് ഈ സ്വർണ്ണ കൊള്ള സംഘം കണക്ക് കൂട്ടുന്നത്. ഇതൊന്നും പോരാഞ്ഞ് CPMല് അടുത്ത മന്ത്രിസഭ രൂപവൽക്കരണം സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ആരൊക്കെ ആയിരിക്കണം അടുത്ത മന്ത്രിസഭയിൽ, പ്രത്യേകിച്ച് CPMൽ നിന്നുള്ള പ്രതിനിധികൾ? 2 ലിസ്റ്റ് തയ്യാറാക്കുന്നുവെന്നാണ് പുറമേക്ക് കേൾക്കുന്നത്. ഒന്ന്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു പട്ടിക. രണ്ടാമത്തേത് പിണറായി വിജയൻ ഇല്ലാത്ത പട്ടിക. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറായില്ല. വെറുതെ ഒരു കൺഫ്യൂഷൻ ഇട്ടു. മത്സരിക്കുമെന്നോ മത്സരിക്കുകയെന്നോ നിങ്ങൾക്ക് വളച്ചൊടിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആശയക്കുഴപ്പം വന്നുപെട്ടത് കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു പട്ടിക, മറ്റൊന്ന് പിണറായി വിജയൻ ഇല്ലാത്ത ഒരു പട്ടിക അങ്ങനെ വേണ്ടി വന്നത്. കേരള കോൺഗ്രസ് ആണെങ്കിൽ നമ്മുടെ മണി ഗ്രൂപ്പ് അവർ 3 മന്ത്രിസ്ഥാനങ്ങളാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് പുറമേക്ക് കേൾക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോഴത്തെ 5 MLA-മാരുടെ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ജയിച്ച MLA-മാര്, മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം, ഈ മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് UDF മൃഗീയമായ ആധിപത്യം ഭൂരിപക്ഷം നേടിയിരിക്കുക. ഇനി ജോസ് കെ മാണി പാലായിൽ മത്സരിച്ചാൽ തന്നെ ജയിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. UDF ആയി ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. പക്ഷെ എന്നാലും 3 മന്ത്രിസ്ഥാനം ചോദിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്ര പെട്ടെന്ന്, അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ ഒരു നായരീഴവ സഖ്യത്തിന് വേണ്ടി സംസാരിക്കാനും ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും NSSന്റെ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് കരയോഗം പ്രമാണിമാരടക്കമുള്ള നായർ സമുദായ അംഗങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുകയാണ്. ഉണ്ടിരുന്ന നായർക്കൊരു വിളി എന്ന് ചരിത്രത്തിലൊരു രേഖയുണ്ട്. അത് പഴയ കഥയാണ്. ഇപ്പോഴിവിടെ ആരും ഉണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വിളി വന്നതായിട്ട് അറിയത്തുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ SNDPയുമായിട്ട്, വെള്ളാപ്പള്ളി നടേശന്റെ എന്നുള്ളതിന് അടിവരയുണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ SNDPയുമായിട്ട് സുകുമാരൻ നായരുടെ NSS ഒരു ചങ്ങാത്തം കൂടുന്നു എന്നതിലാണ് എല്ലാവർക്കും സംശയം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സഖാവിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചില ചിന്തകളും ആലോചനകളും ഒക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ തോളിലാണ് ഇരിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് തോന്നിപ്പോവും. അതുപോലെ ഈ രാജ്യം ആര് ഭരിക്കണം, ഈ രാജ്യത്ത് കൊള്ളാവുന്നവരാരൊക്കെയാണ്, അത് VD സതീശനാണോ, പിണറായി വിജയനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, ഈ വക കാര്യങ്ങളിൽ അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനം അങ്ങെടുക്കും. സാമുദായിക ഐക്യം നായാടി മുതൽ നമ്പൂതിരിമാർ വരെ വേണോ, അതോ ഇപ്പോഴത്തേതുപോലെ നായാടി മുതൽ നസ്രാണി വരെയാണോ വേണ്ടത്? ഇതൊക്കെ അദ്ദേഹം അങ്ങ് തീരുമാനിച്ച് കൽപ്പിച്ച് അങ്ങ് അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് പതിവ്. പെട്ടെന്ന് സംവരണത്തിന് വേണ്ടിയുള്ള സമരമാകുമ്പോൾ അത് ലീഗുമായിട്ട് ചേർന്ന് നടത്തുന്നതല്ലേ നല്ലത്, അവരുമായിട്ട് കൂടിക്കളയാം എന്ന് തോന്നും. പിന്നീട് നായരിയുടെ ഐക്യം അതിനെന്തെങ്കിലും തകരാറ് വരുമ്പോൾ അത് പൊളിച്ചതും തകർത്തതും ലീഗാണല്ലോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകളും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്താറ് പതിവാണ്. അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളിലും ഒരു വർഗീയ ചുവ കാണും. UDFന്റെ കാലത്ത് ആ ഗവൺമെന്റിനെ പറയുന്നുണ്ടേ മെത്രാനും മുത്തൂറ്റും മനോരമയും കൂടെ ചേർന്നാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു പ്രയോഗം പ്രയോഗിക്കും. അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞുവാണിയും കുഞ്ഞാപ്പ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി, അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഈ വക ചില പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. ഇത് പണ്ടേ ഉള്ളതാണ്. പക്ഷെ NSS ആ ജനസിൽപ്പെടുന്നതല്ല. അവരാവശ്യമില്ലാത്ത ഇത്തരം വർത്തമാനം പറയാൻ പോകുന്ന ഒരു ഏർപ്പാടുമില്ല. അത് സുകുമാരൻ നായരായതുകൊണ്ടല്ല, അവരുടെ ഒരു പാരമ്പര്യം അതാണ്. അവർക്ക് ചില രീതികളുണ്ട്. അവരവരുടെ സമുദായത്തിന്റെ കാര്യം പറയും. അതിനുവേണ്ടിയാണ് ആ സംഘടന ഉണ്ടായിരിക്കുന്നത്. ആ സമുദായത്തിന്റെ ക്ഷേമമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് സമുദായത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും, ആവശ്യങ്ങൾ ഉന്നയിക്കും, അതിനുവേണ്ടി ശക്തമായിട്ട് നിൽക്കും. അതല്ലാതെ ഇത്തരത്തിൽ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു രാഷ്ട്രീയം പെട്ടെന്ന് പ്രകോപിതരായതുപോലെ ഒരു നായരിയുടെ ഐക്യം, അല്ലെങ്കിൽ സതീശൻ കൊള്ളത്തില്ല, സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല,
അത്തരത്തിലുള്ള പ്രസ്താവനകൾ അതൊക്കെ അവരുടെ ഭാഗത്ത് പതിവില്ലാത്തതാ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത്, എന്താണ് ഇപ്പോൾ NSS ഇതുപോലൊരു നിലപാട്, പെട്ടെന്നൊരു നിലപാട്, ഒരു കാരണമില്ലാതെ. ഉണ്ടല്ലോ ഈ രാഷ്ട്രീയത്തില് കാലവും കാരണവും ഒക്കെ വളരെ പ്രധാനമാണ്. സമയം നോക്കിയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം പറ്റിയപ്പോൾ കേരള കോൺഗ്രസിൽ വലിയൊരു ചർച്ചയുണ്ടായി. UDF ചേർന്ന് കളയാവുന്നു. അത് പഴയ തറവാടാണല്ലോ, മറ്റേത് വാടക വീടാ. UDF LDF തമ്മിൽ അത്തരത്തിലൊരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്വന്തം വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോയാലോ എന്നൊരു ചിന്തയുണ്ടായതാ. അപ്പോഴാണ് അവിടെ അല്പം ബുദ്ധി കൂടിയാരോ പറഞ്ഞത്, നമുക്കിപ്പോ UDF പോകാൻ ഒരു കാരണമില്ലല്ലോ, ഒരു കാരണമില്ലാതെ നമ്മൾ എങ്ങനെയാണ് പോവുക? അപ്പോഴത്തേക്ക് സർക്കാർ എന്ത് ചെയ്തു, ഒരു 25 സെന്റ് സ്ഥലം, പറഞ്ഞില്ലേ സ്വർണത്തിന്റെ വിലയുള്ള ഭൂമിയാ, നമ്മുടെ ഈ കവടിയാർ വില്ലേജില് വെള്ളയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ 25 സെന്റ് സ്ഥലം ഇനാമായിട്ട് നൽകുകയാണ് കേരള കോൺഗ്രസിന്, മാണി ഗ്രൂപ്പിന്, KM മാണിക്ക് സ്മാരകം ഉണ്ടാക്കാൻ. അപ്പോൾ ഉള്ള കാരണം കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അവരെ സംബന്ധിച്ചോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതൊന്നും കാരണമല്ല, മറ്റു പല പല കാരണങ്ങളാ. ഇതുപോലെ ഭൂമി കിട്ടുക, അപ്പൊ നമ്മൾ വേറൊരു നിലപാടെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള കോൺഗ്രസിന്റെ മന്ത്രിക്കെതിരായിട്ട് ഈ അവസാന കാലത്ത് പിണറായി വിജയൻ മുൻകൈ എടുത്തെന്തെങ്കിലും അഴിമതി ആരോപണം കൊണ്ടുവരുമോ? അദ്ദേഹം അഴിമതിയൊന്നും ചെയ്യുന്ന ആളല്ല, എനിക്കങ്ങനെ യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അപ്പോഴപ്പോഴ് ആദ്യം ഫയൽ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. കാരണം മന്ത്രിയുടെ PS തന്നെ, പ്രൈവറ്റ് സെക്രട്ടറി തന്നെ ഒന്നാം തരം CPM കാരനാണ്. അപ്പം എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും ആവാം. അതാ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ ഒരു നിലപാടെടുക്കുന്നതിന് അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നതിന് ഒരു കാലം വേണം, അതിനൊരു കാരണം വേണം. അതൊക്കെയാണ് പതിവ്. പക്ഷേ NSSന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് പെട്ടെന്ന് ഈ മാറ്റം എന്നുള്ളത് നമ്മളെ എല്ലാവരെയും, നായർ സമുദായത്തിലുള്ളവരെ മാത്രമല്ല മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് അവശേഷിക്കുക. CPMന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ പിണറായി സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയ ഒരു അയ്യപ്പ സംഗമം ഉണ്ടല്ലോ, പമ്പയിൽ വെച്ച് നടന്നത്, അതങ്ങ് ചീറ്റിപ്പോയി. വലിയ ആഘോഷമായിട്ട് നടത്തിയതാ, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനമോ ഫലമോ കിട്ടിയില്ല, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കാനും അതിന് പിന്തുണ നൽകാനും NSS തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ എന്താണ് കാരണം എന്നൊരു ചോദ്യം ഉയർന്നു തുടങ്ങിയതാണ്. എന്തോ ഉണ്ടല്ലോ, സംതിങ് ഒന്ന് മണത്തു തുടങ്ങിയതാണ്. കാരണം നമുക്കറിയാം എന്തിനാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത നിലപാട് അത് വിശ്വാസികൾക്കെതിരായിരുന്നു, വിശ്വാസത്തിനെതിരായിരുന്നു, ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായിരുന്നു. എന്നിട്ടും അവിടെ യുവതികളെ കയറ്റും എന്ന് ശപഥം ചെയ്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചില നടപടികൾ നടത്തി. അതുവഴി അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു, കേരളത്തിലെ നവോത്ഥാന നായകരുടെ പട്ടികയിലേക്ക് സ്വയം അങ്ങോട്ട് കയറി നിൽക്കാൻ, സ്വയം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ 2 സ്ത്രീകളെ കടത്തുകയും ചെയ്തു. അവിടെ നമ്മുടെ തന്ത്രി ഒരു ശക്തമായ നിലപാടെടുത്തതിനെ തുടർന്നാണ് അതങ്ങടെ മുന്നോട്ട് പോകാതിരുന്നത്. ആ തന്ത്രി ഇപ്പം സ്വർണ്ണ കവർച്ചാ കേസിൽ ജയിലിനുള്ളിലാവുകയും ചെയ്തു. അത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ഈ ശബരിമല വിഷയത്തില് യുവതീ പ്രവേശനമായുള്ള ബന്ധത്തില് സർക്കാരും NSSും 2 വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു. സർക്കാരിന്റെ നടപടികൾക്കും നീക്കങ്ങൾക്കും എതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും പോരാടുകയും ചെയ്ത സംഘടനയായിരുന്നു NSS. എന്നിട്ടും ഈ അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഈ സംഗമം തന്നെ ഈ ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ സർക്കാരിനോട് എതിർപ്പുള്ളവരെ ഒന്ന് മയപ്പെടുത്താനായിരുന്നു. അതൊരു പറ്റിക്കൽ പ്രസ്ഥാനമായിരുന്നു. എന്നിട്ടും അതിനോട് സഹകരിക്കാനും അതിന് പിന്തുണ നൽകാനും നമ്മുടെ NSS തയ്യാറായി. അപ്പോഴേ ഒരു സംശയം തോന്നിയതാ, എന്തായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്ന്. ഈ ശബരിമലയും ദേവസ്വം ഭരണവും ഒക്കെ എന്നും NSSന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാരണം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണത്. പണ്ട് ആർശങ്കന്റെ സഹായത്തോടെ മന്നത്ത് പത്മനാഭൻ ഹിന്ദു മണ്ഡലം രൂപവൽക്കരിച്ചത് ആ ഉദ്ദേശത്തോടെയായിരുന്നു. ദേവസ്വം ഭരണം, ശബരിമല, അതൊക്കെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതുതന്നെയാണ് യുവതീ പ്രവേശം വന്നപ്പോൾ NSS അതുപോലെ ഒരു വളരെ ശക്തമായ നിലപാടെടുത്തത്. അങ്ങനെ അവരടക്കമുള്ളവർ ശക്തമായ, വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് സർക്കാരിന്റെ ശബരിമലയിലെ സ്വപ്നം അല്ലെങ്കിൽ ഉദ്ദേശം നടക്കാതെ പോയത്. അത് 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ അയ്യപ്പ സംഘവുമായിട്ട് വന്നത്. അതിൽ NSS സഹകരിച്ചു. അതിന്റെ പിന്നാലെയാണ് സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. CPMന്റെ നേതാക്കള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന, പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൻതോതിലുള്ള സ്വർണ്ണ കവർച്ച, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ച, അതിനെക്കുറിച്ചുള്ള
വിവരങ്ങൾ പുറത്തു വരുന്നത്. സത്യം പറഞ്ഞാൽ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ വിചാരിച്ചത് അയ്യപ്പന്റെ കോപം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നായിരുന്നു. അതിന്റെ ഫലം നമ്മൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടു. LDFന് വലിയ തിരിച്ചടി ഉണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളായിരുന്നു. അതിന്റെ പേരിൽ CPMനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പോലും ആളുകൾ തയ്യാറായി. CPM എടുത്ത നിലപാടിന് എതിരായിട്ട് CPI അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അവരതിൽ ഉറച്ചു നിന്നു. കേരള കോൺഗ്രസ് LDF വിട്ടുപോയേക്കും എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഈ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ, അതാണ് പറയേണ്ടത്, അദ്ദേഹം ഒരു വലിയ അന്തരാള ഘട്ടത്തിൽ എത്തി നിന്നപ്പോൾ പെട്ടെന്ന് NSS ഇതുപോലൊരു തീരുമാനമെടുക്കുന്നു. പറഞ്ഞല്ലോ, അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതിൽ SNDPക്ക് ധാരാളം ന്യായങ്ങളുണ്ട്. അവർ കുറേ കാലമായിട്ട് UDFന്റെ നേതാവായ VD സതീശനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് മുസ്ലിം ലീഗിനെതിരായിട്ട് പറഞ്ഞല്ലോ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ. അത് അദ്ദേഹത്തിന്റെ രീതിയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു വർഗീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ SNDPക്ക് അവരുടേതായ അജണ്ട ഉണ്ടായിരുന്നു. അത് CPMുമായി ബന്ധപ്പെട്ട അജണ്ടയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന് പറയുന്ന NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയുടെ ഉടമസ്ഥന്മാരിൽ ഒരാളാണ്. ഇപ്പോഴും NDAയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പിണറായി വിജയന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത്, പിണറായി വിജയനോട് സംസാരിക്കുന്നത്, പിണറായി വിജയന് വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് ഇതുപോലൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്. നമ്മുടെ സംശയം എന്തിന് ആ വഴിക്ക് SNDP സ്വീകരിച്ച പാതയിലേക്ക് NSSും ചാടി വീഴണം എന്നുള്ളതാണ്. അതായത് പശ്ചാത്തലം ഇതായിരിക്കെ ശബരിമലയിലുള്ള സംഭവങ്ങൾ, അവിടെ നടത്തിയ അയ്യപ്പ സംഗമം, അതിനുശേഷം അവിടുത്തെ സ്വർണ്ണ കവർച്ച, ആ സ്വർണ്ണ കവർച്ചയിലെ പങ്കാളികളായ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത CPM നേതാക്കളെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നത്, ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് NSS ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു? ഇപ്പോൾ തകർന്ന് തരിപ്പടമായിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം. അവരിപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തില് NSSും ചേരുകയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി വരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനല്ല എന്നാണ്. അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് അല്പം മഞ്ഞുരുകി എന്നായിരുന്നു നമ്മുടെയൊക്കെ വിശ്വാസം. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടിരിക്കുമ്പോൾ VD സതീശൻ പോവുകയും കാണുകയും പല കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. അത് ശരിയാണോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ സുകുമാരൻ നായരും VD സതീശനെ ഒരു പൊതുശത്രുവായിട്ട് പ്രഖ്യാപിക്കുക. വെള്ളാപ്പള്ളി നടേശനെ പോലെ വലിയൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു VD സതീശൻ അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന്. വെള്ളാപ്പള്ളി നടേശനെ വേട്ടയാടാനും മറ്റും VD സതീശനായോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്താണ് VD സതീശനെ ഇവര് ഒറ്റ തിരിച്ചാക്രമിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? VD സതീശൻ അടുത്ത കാലത്ത് ഇവരിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വഴക്കിനോ വക്കാണത്തിനോ പോയതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വിഷലിപ്തമായ വാക്കുകൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. NSSനെതിരെ, NSS നേതൃത്വത്തിനെതിരെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതും നമുക്ക് അജ്ഞാതമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ രണ്ട് സംഘടനകൾ ഒന്നിച്ച് VD സതീശനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്തുകൊണ്ട്, എന്തിന്? സുകുമാരൻ നായർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് രമേശ് ചെന്നിത്തലയുടെ ആവശ്യമൊന്നുമില്ലെന്ന്. അത് ശരിയാണ്, രമേശ് ചെന്നിത്തലയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആരുടെ ആവശ്യമാണിത്? ആർക്കു വേണ്ടിയാണ് ഈ നിലപാട് എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം, ചെറിയ ഒരു അനാദരവ് പോലും പൊറുക്കാത്ത ഒരാളാണ് നമ്മുടെ സുകുമാരൻ നായർ. അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരവ് NSSനോടുള്ള ഒരു ബഹുമാനക്കുറവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇന്നലെ പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളെ പറ്റി ഒത്തിരി മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞങ്ങളിപ്പോൾ ക്ഷമിക്കുകയാണെന്ന്. അതാണ് ചോദ്യം വീണ്ടും ഉയരുന്നത്. അങ്ങനെ ക്ഷമിക്കാൻ തക്കവണ്ണം എന്ത് കാര്യങ്ങൾ, എന്ത് രാഷ്ട്രീയ കാരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. പണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ നായരീഴവ ഐക്യം തകർന്നതിനെ തുടർന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മന്നത്ത് പത്മനാഭനെ പോലെ മഹാരഥന്മാരിരുന്ന കസേരയിലിരിക്കുന്ന ഒരു മന്ദബുദ്ധിയാണ്
സുകുമാരൻ നായർ എന്നിവരെ പറഞ്ഞതാ. അതൊക്കെ അദ്ദേഹം ക്ഷമിച്ചു, അതൊക്കെ പുറത്തു എന്നാണ് പറയുന്നത്. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും ആണെന്ന് വിചാരിക്കുക, നമ്മളത് പൊറുക്കുമോ? നമ്മളെ മന്ദബുദ്ധി എന്ന് വിളിക്കുക, നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് പറയുക, പിന്നെ നമ്മൾ അവരോടൊക്കെ പൊറുക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അയ്യപ്പ സംഗമത്തിന് NSS പിന്തുണ നൽകിയതും സഹകരിച്ചതും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണെന്ന്. ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ ഇടനിലക്കാരനായി പിണറായി വിജയന്റെ ഏജന്റായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ മന്ത്രി വാസവനായിരുന്നു, VN വാസവൻ. അദ്ദേഹമാണ് സുകുമാരൻ നായരുമായിട്ട് ഇതേപ്പറ്റി സംസാരിച്ചത്. ഇപ്പോഴാ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സഹകരിക്കുന്ന കാര്യം ഉയർന്നു വന്നപ്പോഴും ഇടനിലക്കാരനായി നമ്മൾ കാണുന്നത് ആരെയാ? VN വാസവനെയാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുകുമാരൻ നായരുടെ പത്രസമ്മേളനത്തിനിടയ്ക്ക് VN വാസവന്റെ ഒരു കോൾ വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം, എന്താണ് ഇദ്ദേഹത്തിന്റെ റോള് ഇക്കാര്യത്തിൽ? എന്താണ് VN വാസവന് ഇതിൽ ഇടപെടാനുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ എന്താണ് മാൻഡേറ്റ്? നമുക്ക് സംശയം തോന്നുക. VN വാസവൻ ഈ രണ്ട് സന്ദർഭങ്ങളിലും പിണറായി വിജയനും NSSനും ഇടയ്ക്ക് നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചാൽ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് പിണറായി വിജയനാണെന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായി ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റ വോട്ട് പോലും കിട്ടത്തില്ല എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ കാലത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ ഒരു നല്ല ശതമാനം BJPയിലേക്ക് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. അതിനെ തിരിച്ചു പിടിക്കണം. നായർ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ പണ്ടൊക്കെ പാർട്ടിക്ക് കിട്ടിയിരുന്ന വോട്ടുകളാണ്. ഇപ്പൊ അത് പാർട്ടിയുടെ പേരിൽ കിട്ടാത്തതുകൊണ്ട് വർഗീയത പറഞ്ഞ് ആ വോട്ടുകൾ നേടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏർപ്പെട്ടിരിക്കുന്നത്. സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുക, ഒരു ഭാഗത്ത് ഭൂരിപക്ഷ സമുദായത്തെ അണിനിരത്തിയിട്ട് മറുഭാഗത്ത് മറുവിഭാഗങ്ങളോട് ഏറ്റുമുട്ടുക, അവരെ അകറ്റി നിർത്തുക, അവരെ വിഭജിച്ച് നിർത്തുക, എന്നിട്ട് വോട്ട് നേടുക എന്ന ഏറ്റവും ആപൽക്കരമായ ഒരു അടവ് തന്ത്രം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പിണറായി വിജയനും CPM-ഉം വന്നിരിക്കുക. അതിനുവേണ്ടി ഏത് വഴികളും പിണറായി വിജയൻ ഉപയോഗിക്കും. സാമം, ദാനം, ഭേദം, ദണ്ഡമെല്ലാം ഉപയോഗിക്കും. വേണമെങ്കിൽ 25 സെന്റ് സ്ഥലം നൽകും, അല്ലെങ്കിൽ 1/2 ഏക്കർ നൽകും. അതുമല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിനും പഠിക്കില്ല. അതാണ് ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയം. ഈ നായരീയുടെ വൈക്കം UDFനെ ദോഷകരമായി ബാധിക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊക്കെ ഇനിയും 2-3 മാസങ്ങളിൽ വളർന്ന് വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനെയൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. CPM പോലൊരു പാർട്ടി ഇത്ര നഗ്നമായ വർഗീയത ഉയർത്തിവിട്ടുകൊണ്ട് വോട്ട് പിടിക്കുക, 5-6 വോട്ടിന് വേണ്ടി ഈ നിലപാടെടുക്കുക. മറുഭാഗത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ അങ്ങനെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്.